അമ്മാമേ, ഇന്ന് നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോണ? ഇന്ന് നമ്മൾ ചക്ക എരിശ്ശേരിയാ മോളെ ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക ഇടാൻ പോവുകയാണ് മോളെ. ചക്ക എരിശ്ശേരിക്കായതുകൊണ്ട് നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നു. കാരണം ഇച്ചിരി വേവുണ്ട്. എരിശ്ശേരിയില്ലേ, അത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ്. അടച്ച് കുക്കറിന് ഗ്യാസിലോട്ട് നമ്മൾ വെക്കാൻ പോകുന്ന പോലെ ഇനി ഒരു 3 വിസിലടിക്കുമ്പോൾ അത് വേവും. പിന്നെ ബാക്കിയുള്ള എല്ലാം കടുക് വറുത്ത് നമുക്ക് ചേർക്കണം. അപ്പോഴും കാണിച്ചു തരാം. ചക്ക എരിശ്ശേരിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അമ്മാമ്മ എടുത്തു വെച്ചേക്കുന്നത് മോളെ. തേങ്ങ, മഞ്ഞപ്പൊടി, മുളക്, കുരുമുളക്, തേങ്ങ ഞുറുക്ക്, അത് ടേസ്റ്റ് കൂടാനാണ്. പിന്നെ വെളുത്തുള്ളി, ജീരകപ്പൊടി ഇട്ടാൽ ഇത്തിരി കൂടെ മണം കിട്ടും. കറിവേപ്പില, ആവശ്യമായ സാധനങ്ങൾ. മുളക്, പഴുത്ത മുളക് നമ്മൾ വെച്ചിട്ടുണ്ട്. പച്ചമുളകെല്ലാം പഴുത്തത്, അത് നല്ലതാണ് അതിന്. ഇത് ഉണ്ടമുളക് വരവിയതാണ് ഇടുന്നത്. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി എല്ലാം ഉണ്ട് ഇതിനകത്ത്. വെളുത്തുള്ളി, മുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു കഷ്ണം കറിവേപ്പിലയും കൂടെ അമ്മാമ്മ ഇട്ട് അടിക്കും. അപ്പോൾ ടേസ്റ്റാണ് അത്. നമ്മൾ ഒരു തോനെ അടിക്കണ്ട, ഒറ്റ അടിച്ചെടുത്താൽ മതി. അടിച്ച അരപ്പ് അമ്മാമ്മ ഈ പാത്രത്തിലോട്ട് ആക്കി വെച്ച് മോളെ. അത് കുക്കറിലെ വിസിൽ തീരുമ്പോൾ നമുക്ക് അതിനകത്തോട്ടുണ്ട് ഇടാം. അതിന് കറി ശരിയാക്കാം, അരപ്പിടാം. ഇത് അമ്മാമ്മ ഒന്ന് ഉടയ്ക്കട്ടെ. ഉടച്ച് നമുക്കത് അരപ്പ് കയറക്കാം. അത് കറിക്കല്ലേ, അതുകൊണ്ട് അമ്മാമ്മ ഒന്ന് ഉടയ്ക്കണം. നല്ലോണം ഉടച്ചിട്ട് വേണം ശരിയാവും. ഇനി അമ്മ വേണ്ട ഈ അരപ്പിട്ടൊന്ന് നല്ലോണം ഉടയ്ക്കാം. അരപ്പിട്ട് ഉടയ്ക്കാൻ പോവുകയാണേ മോളെ. നോക്കിക്കോ, നീ നോക്കിയില്ല. ഇനി അമ്മാമ്മ ഇച്ചിരി നേരം അതൊന്ന് ഉടച്ച് ശരിയായെങ്കിലും വെക്കും. എന്നിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയിട്ട് കടുക് വറുക്കാം. അപ്പോഴമ്മ കാണിച്ചു തരാം. ഇനി അമ്മ ഉടച്ചിട്ട് ഇത് മോളെ നല്ലോണം ഉടച്ച് വെള്ളമൊക്കെ ചേർത്ത് അമ്മമ്മ ഇത് ശരിയാക്കുന്നത് മോള് കാണിച്ചു തരും. മോളെ നോക്കി നിന്നാൽ മതി. ഇച്ചിരി നമുക്ക് കടുക് വറുക്കാനൊക്കെ താമസമുണ്ട്. വെള്ളവും കൂടെ ചേർത്ത് അമ്മാമ്മ ഇത് ഉടച്ചുകൊണ്ടിരിക്കാൻ വെക്കണം. ഇപ്പോൾ ശരിയായി. ഇനി അമ്മാമ്മ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കും. അന്നേരം ഇല്ലെങ്കിൽ ഇതങ്ങ് പറ്റിപ്പോവും. നമ്മുടെ എരിശ്ശേരി ആകുമ്പോൾ അത് പരിപ്പ് മാതിരി ഇരിക്കണം. എങ്കിൽ ഇതെല്ലാം ഇളക്കി വെച്ച് അമ്മാമ്മ മോളെ ഇനി അത് അമ്മക്ക് അടുപ്പി വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കടുക് വറുത്തൊഴിക്കും. അത് മോളെ കാണിച്ചു തരാം. അമ്മാമ്മ അടുപ്പിലോട്ട് വെക്കുക മോളെ. അടുപ്പിൽ വെച്ചിട്ട് അമ്മാമ്മ അതുകൊണ്ട് ഗ്യാസ് കത്തിച്ച് ഇനി അതൊന്ന് ചൂടാവണം മോളെ. ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ട് കടുക് താളിച്ചങ്ങ് ഒഴിക്കും. അപ്പോൾ ഇത് ചൂടായി മോളെ. ഇനി ഉപ്പൊക്കെ അമ്മാമ്മ കൊണ്ടുവന്ന് നോക്കിയതിന് ശേഷം നമുക്കത് ഇറക്കി വെക്കാം. എല്ലാം കറക്റ്റായിട്ടുണ്ട് മോളെ. ഇനി ഇറക്കുവാണ് അമ്മാമ്മ. അടുപ്പത്ത് വെച്ച് മോളെ ഞാൻ ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ചട്ടി ചൂടായി മോളെ. നമ്മൾ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കണ്ടോ എണ്ണ ഒഴിച്ചത്. എണ്ണ തിളച്ച് മോളെ. ഇനി നമ്മൾ കടുക് ഇടുന്നു. കണ്ടോ കടുക് ഇട്ട എണ്ണ. തേങ്ങ നുറുക്കിടുന്നു. അതൊന്ന് നോക്കട്ടെ. തേങ്ങ നുറുക്കിട്ട് ഇനി അതിനകത്ത് നമ്മൾ ഉള്ളി ഇടണം. ഉള്ളി ഇട്ട് ഒരു കറിവേപ്പില, ഒരു 2 കറിവേപ്പിലയും ഇട്ട് 2 അരിയും ഇടുന്നു. അരി ഇടുന്ന അതിന് നല്ലൊരു മണം കിട്ടും. അത് മൂത്ത് വരുമ്പോൾ എല്ലാം വിട്ട് നമ്മൾ ഇളക്കണം. ഇതെല്ലാം ശരിയായി മോളെ. ഇതിനി അമ്മാമ്മേരി ഇറക്കാം. അരിയൊക്കെ മൂത്തൊരു മണമുണ്ട്. അപ്പോഴേ എരിശ്ശേരി നല്ല സ്വാദാണ്. കഴിച്ചു പോകണം. മുളക്കിൽ അറിയാൻ നല്ല സ്വാദ് കിട്ടും. അമ്മാമ്മ ഇനി ഇറക്കാൻ പോകും. എല്ലാം ശരിയായിട്ടുണ്ട്. അമ്മാമ്മ ഈ താളിച്ച് വെച്ചത് ഇതിലോട്ട് ഒഴിക്കാൻ പോകുക മോളെ. ഇതെല്ലാം റെഡിയാക്കി നമ്മൾ ഇതിലോട്ട് താളിക്കുകയാണ്. അമ്മാമ്മ ഇത് ഇളക്കാൻ പോവുകയാണ് മോളെ. ഇത് നല്ല സ്വാദുള്ള കറിയാണ്. എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കുക. എരിശ്ശേരി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കും. നല്ല സ്വാദാണ്. വെച്ചിട്ട് അഭിപ്രായം പറയാം. വാ മോളെ. ചോറ് ഇല്ല അമ്മക്ക്. ചാളക്കറിയുണ്ട്, ചക്ക എരിശ്ശേരിയുണ്ട്, മീൻ വറുത്തത്, ചാള വറുത്തതുണ്ട്,